നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അയ്യപ്പ സംഗമത്തിന്റെ ക്രെഡിറ്റ് മുഴുവൻ ഏറ്റെടുത്ത മുഖ്യമന്ത്രിക്കും സർക്കാരിനും അയ്യപ്പന്റെ പേരിൽ നടത്തിയ കൊള്ളയിലും പങ്കുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ശബരിമല വിഷയത്തിൽ UDF എപ്പോഴും വിശ്വാസികൾക്കൊപ്പമാണെന്നും UDF അധികാരത്തിൽ വന്നാൽ ശബരിമല വിഷയത്തിൽ ഇപ്പോഴത്തെ സർക്കാർ നിലപാട് തിരുത്തുമെന്നും VD സതീശൻ. UDF അധികാരത്തിൽ വന്നാൽ പാലക്കാട് കാർഷിക മേഖലയ്ക്ക് പ്രത്യേക പരിഗണനയെന്നും പ്രതിപക്ഷ നേതാവ്. ഇടതു രാഷ്ട്രീയം തള്ളിപ്പറഞ്ഞ് PK ശശി കോൺഗ്രസിലേക്ക് വന്നാൽ തങ്ങൾ സ്വാഗതം ചെയ്യുന്നുവെന്ന് ഡീൻ കുര്യാക്കോസ് MP. നടൻ പ്രേംകുമാർ കോൺഗ്രസിൽ പോകുമെന്ന് വിശ്വസിക്കുന്നില്ലെന്നും സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുമ്പോൾ മറുകണ്ഠം ചാടുന്ന ആളാണ് പ്രേംകുമാർ എന്ന് കരുതുന്നില്ലെന്നും മന്ത്രി KB ഗണേഷ് കുമാർ. NSSന്റെയും SNDPയുടെയും നിലപാടുകളെ മാനിക്കുന്നെന്നും ശബരിമല വിഷയം മുൻ തെരഞ്ഞെടുപ്പുകളെ ബാധിച്ചില്ലെന്നും മന്ത്രി. സംസ്ഥാനത്തെ ലൈസൻസ് പുതുക്കി നൽകുന്നതിൽ പ്രായപരിധി നിശ്ചയിക്കുന്നത് പരിഗണിക്കുമെന്നും ലൈസൻസ് പുതുക്കി നൽകുമ്പോൾ മെഡിക്കൽ പരിശോധന കർശനമാക്കുമെന്നും ഗണേഷ് കുമാർ. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി 2024-25 സാമ്പത്തിക വർഷത്തെ അയ്യങ്കാളി പുരസ്കാരം ഷൊർണൂർ നഗരസഭയ്ക്ക്. 2024-25 സാമ്പത്തിക വർഷത്തിൽ 55,592 തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കാൻ നഗരസഭയ്ക്ക് കഴിഞ്ഞു. 37 വാർഡുകളിലായി 600 തൊഴിലാളികളെ സജ്ജമാക്കാനായതും നേട്ടം. മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം 1ാം സ്ഥാനം ജില്ലയെ തേടിയെത്തുന്നത് ഇത് ആദ്യം. കൊലക്കൊറ്റ കേസിൽ ജാമ്യത്തിലിറങ്ങിയ യുവാവിന്റെ കൈവശം 2 കിലോ കഞ്ചാവുമായി കണ്ടെത്തിയ യുവാവിനെ ചെറുതുരുത്തി പോലീസ് അറസ്റ്റ് ചെയ്തു. പോലീസ് പിടിയിലായത് ആറങ്ങോട്ടുകര പള്ളിക്കുന്ന് കോളനിയിൽ താമസിക്കുന്ന 35 വയസ്സുള്ള രമേശ്. വാർത്തകൾ വിശദമായി. അയ്യപ്പ സംഗമത്തിന്റെ ക്രെഡിറ്റ് മുഴുവൻ ഏറ്റെടുത്ത മുഖ്യമന്ത്രിക്കും സർക്കാരിനും അയ്യപ്പന്റെ പേരിൽ നടത്തിയ കൊള്ളയിലും പങ്കുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ശബരിമല വിഷയത്തിൽ UDF എപ്പോഴും വിശ്വാസികൾക്കൊപ്പമാണെന്നും UDF അധികാരത്തിൽ വന്നാൽ ശബരിമല വിഷയത്തിൽ ഇപ്പോഴത്തെ സർക്കാർ നിലപാട് തിരുത്തുമെന്നും VD സതീശൻ പറഞ്ഞു. UDF അധികാരത്തിൽ വന്നാൽ പാലക്കാട്ട് കാർഷിക മേഖലയ്ക്ക് പ്രത്യേക പരിഗണന നൽകുമെന്നും VD സതീശൻ പാലക്കാട്ട് പറഞ്ഞു. പുതുയുഗ യാത്രയുടെ ഭാഗമായി പാലക്കാടെത്തിയ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ഏറ്റവും വലിയ കൊള്ളയാണ് അയ്യപ്പ സംഗമത്തിൽ നടന്നത്. ശബരിമല വിഷയത്തിൽ നിലപാട് പറയാതെ സർക്കാർ ഉരുണ്ടുകളിക്കുകയാണ്. ഇലക്ഷൻ മുന്നിൽ കണ്ട് തരാതരം പോലെ നയം മാറുകയാണ്. മാറിയ സാഹചര്യത്തിൽ നിലപാട് മാറിയോ എന്ന് സർക്കാർ വ്യക്തമാക്കണം. ശബരിമല വിഷയത്തിൽ UDF എക്കാലത്തും വിശ്വാസികൾക്കൊപ്പമാണ്. UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ ശബരിമല വിഷയത്തിൽ ഇപ്പോഴത്തെ സർക്കാരിന്റെ നിലപാട് തിരുത്തും. അയ്യപ്പന്റെ പേരിൽ ഇത്രയും കൊള്ള ചെയ്യാമെങ്കിൽ വേറെ എവിടെ നിന്നാണ് ഇവർ കത്താത്തത്? അതാണ് കളവാണ്. എന്നിട്ട് മിണ്ടാതിരിക്കുകയാണ്. ഒരു പങ്കുമില്ലെന്ന് പറയാണ്. പങ്കുണ്ട് സർക്കാർ. അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ എടുക്കാൻ നോക്കിയത് മുഖ്യമന്ത്രി പിണറായി വിജയനും ദേവസ്വം മന്ത്രിയൊക്കെ അല്ലേ. അപ്പൊ ഈ തട്ടിപ്പിൽ അവർക്ക് യാതൊരു പങ്കുമില്ലേ? അന്നത്തെ ദേവസ്വം ബോർഡിന് പങ്കില്ലേ? എല്ലാവർക്കും പങ്കുണ്ട്. കോടികളാണ് തട്ടിച്ചെടുത്തിരിക്കുന്നത്. സ്പോൺസർ കിട്ടിയതിനെ പറ്റി പോലും നടക്കില്ല. പറയണം, ജനങ്ങളോട് പറയാനുള്ള ബാധ്യതയുണ്ടെങ്കിൽ ഞങ്ങൾ പറയിപ്പിക്കും. ശബരിമല സ്ത്രീ പ്രവേശനത്തെ സംബന്ധിച്ച് സർക്കാർ ഉരുണ്ട് കളിക്കുകയാണ്. മുഖ്യമന്ത്രി മൗനം ദീക്ഷിക്കുന്നു. അതേ അവസരത്തിൽ നിയമമന്ത്രി കൃത്യമായ ഉത്തരം പറയുന്നില്ല. ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം എടുക്കുമെന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പ് കഴിയാൻ വേണ്ടി കാത്തിരിക്കുക. ഞങ്ങൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഞങ്ങളുടെ ഗവൺമെന്റ് വന്ന് ഞങ്ങൾ തിരുത്തി കൊടുക്കും. ഞങ്ങൾക്ക് അതിനകത്ത് സ്റ്റാൻഡുള്ളതല്ല. സർക്കാരിന്റെ കെടുകാര്യസ്ഥതയാണ് പാലക്കാട്ട് കർഷകർ അനുഭവിക്കുന്നത്. കേന്ദ്രം വില വർദ്ധിച്ചപ്പോൾ കേരളം ഇൻസെന്റീവ് കുറച്ചു. കേന്ദ്രം തരാത്തതാണ് കർഷകർക്ക് പണം കൊടുക്കാൻ കഴിയാത്തതെന്നാണ് സർക്കാർ വാദം. എന്നാൽ കേരളം ഓഡിറ്റ് റിപ്പോർട്ട് നൽകാത്തതാണ് പണം നൽകാൻ തടസ്സമെന്നാണ് കേന്ദ്രം പറയുന്നത്. UDF അധികാരത്തിൽ വന്നാൽ പാലക്കാട് ജില്ലയിലെ കാർഷിക മേഖലയ്ക്ക് പ്രത്യേക പരിഗണന നൽകും. കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യരുടെ പ്രസ്താവന AICC തന്നെ തള്ളിയതാണ്. ശശി തരൂർ മോദി അനുകൂല നിലപാട് സ്വീകരിക്കുന്നില്ല. റോഡിൽ പടക്കം പൊട്ടിക്കുന്നത് ആളുകൾക്ക് അപകടം ഉണ്ടാക്കും എന്നതുകൊണ്ടാണ് തടഞ്ഞത്. UDF സർക്കാർ വന്നാൽ സുതാര്യമായ മദ്യനയം ഉണ്ടാകും. മോദി സർക്കാർ ന്യൂനപക്ഷ വിരുദ്ധരാണ് എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ അഭിപ്രായം. കാന്തപുരം പറഞ്ഞത് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറിയ പ്രതിപക്ഷ നേതാവ് VSന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് A സുരേഷ് പാർട്ടിയിലേക്ക് കടന്നുവരുന്നതിനെ സ്വാഗതം ചെയ്യുകയും തുടർന്നുള്ള കാര്യങ്ങൾ പിന്നീട് UDF തീരുമാനിക്കുമെന്നും പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റ് സമീപകാലത്ത് അവരുടെ നെല്ലിന്റെ തറവില കൂട്ടി. അപ്പോൾ സാധാരണ ചെയ്യുന്നത് ഇവിടെയും കൂടി പ്രൊപ്പോഷണലായിട്ട് കൂട്ടേണ്ടതാണ്. പക്ഷെ ഇവരെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവർ നേരത്തെ കൊടുത്തുകൊണ്ടിരുന്ന ഇൻസെന്റീവ് കൂടി കുറച്ചു. അവർ കൂട്ടി അത്രയും പൈസ ഇവിടെ കുറച്ചു. അപ്പോൾ കർഷകർക്ക് കേന്ദ്രം കൂട്ടിയതിൻ്റെ ഗുണം കേരളത്തിൽ കിട്ടാതിരുന്നതിൻ്റെ കാരണം സംസ്ഥാന ഗവൺമെൻറ് ആ ഇൻസെൻറ്റീവ് കുറച്ചാണ്. അല്ലല്ല, വിവാദമായ കത്ത് അധിക വിഹിതം നൽകരുന്നല്ല. വിവാദമായ കത്ത് അത് വിവാദമാണ്. അതായത് നെൽകൃഷിയെ തന്നെ ദോഷകരമായി ബാധിക്കുന്ന തരത്തിലുള്ള സ്റ്റാൻഡാണ് കേന്ദ്ര ഗവൺമെൻറ് എടുത്തിരിക്കുന്നത്. അതിന് നമ്മുടെ MP-മാരെല്ലാം ആ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. ഇതുകൊണ്ടാണ് ഈ നുണ കേൾക്കാൻ ആളുകൾക്ക് ഭയങ്കര താല്പര്യമായതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജാഥയിൽ പങ്കെടുത്തതിൻ്റെ 10 ഇരട്ടി ആളുകൾ ഞങ്ങളുടെ ജാഥയിലുണ്ടായിരുന്നു, UDFന്റെ ജാഥയിൽ. അദ്ദേഹത്തിൻ്റെ ജാഥ
കടന്നുപോയപ്പോൾ അദ്ദേഹം സത്യം മാത്രം പറയുന്നുണ്ട്. സത്യം കേൾക്കാൻ ആളുകൾക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് കസേരകൾ മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പം അത് UDF ഗവൺമെൻറ് വരുമ്പോൾ ഒരു മദ്യനയം പ്രഖ്യാപിക്കാം. മദ്യനയത്തിൻ്റെ ഭാഗമായിട്ട് കൊടുക്കണമെങ്കിൽ അതിന് പ്രൊസീജിയർ ഉണ്ടാവും, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പ്രൊസീജിയർ ഉണ്ടാവും. പ്രൊസീജിയർ അനുസരിച്ച് കൊടുക്കും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. നടൻ പ്രേംകുമാർ കോൺഗ്രസിൽ പോകുമെന്ന് വിശ്വസിക്കുന്നില്ലെന്നും സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുമ്പോൾ മറുകണ്ഠം ചാടുന്ന ആൾ ആണ് പ്രേംകുമാർ എന്ന് കരുതുന്നില്ലെന്നും മന്ത്രി KB ഗണേഷ് കുമാർ. NSSൻ്റെയും SNDPയുടെയും എല്ലാ നിലപാടുകളും മാനിക്കുന്നുവെന്നും ശബരിമല വിഷയം മുൻ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചില്ലെന്നും ഗണേഷ് കുമാർ കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്തെ ലൈസൻസ് പുതുക്കി നൽകുന്നതിൽ പ്രായപരിധി നിശ്ചയിക്കുന്നത് പരിഗണിക്കുമെന്നും ലൈസൻസ് പുതുക്കി നൽകുമ്പോൾ മെഡിക്കൽ പരിശോധന കർശനമാക്കുമെന്നും മന്ത്രി തൃശ്ശൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പോയിരുന്നില്ല, കണ്ണിൻ്റെ സർട്ടിഫിക്കറ്റ് അതുകൊണ്ട് ഒരു മാറ്റം വരുന്നു. കൈ തന്നെ ടെസ്റ്റ് ചെയ്യുന്ന ഡോക്ടർ അദ്ദേഹം തന്നെ കമ്പ്യൂട്ടർ നിന്ന് അദ്ദേഹം തന്നെ നേരിട്ട് ലോഡിങ്ങിൻ്റെ ഈ കണ്ണ് പരിശോധിച്ച സർട്ടിഫിക്കറ്റ് തന്നെ കള്ളത്തരത്തിൽ കൊടുക്കുക, അടിച്ചങ്ങ് കൊടുക്കുക. അതുകൊണ്ട് ഈ ഡോക്ടർ തന്നെ അപ്ലോഡ് ചെയ്യുന്ന ഒരു സംവിധാനം വിദേശ രാജ്യങ്ങളൊക്കെ അങ്ങനെയാണ്. അത് നമുക്ക് ഉണ്ടാകും. ഡോക്ടർ തന്നെ അദ്ദേഹത്തിൻ്റെ സർട്ടിഫിക്കറ്റ്, ഇപ്പോൾ എൻ്റെ കണ്ണ് പരിശോധിച്ച് കഴിഞ്ഞാൽ എൻ്റെ കണ്ണ് പരിശോധിച്ച സർട്ടിഫിക്കറ്റ് അദ്ദേഹം വാഹന സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ മാത്രമേ എൻ്റെ ലൈസൻസ് ഉണ്ടാകും. ഗൾഫിലൊക്കെ അങ്ങനെ കണ്ണ് പരിശോധിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് അവർ തന്നെ അപ്ലോഡ് ചെയ്യും, അടുത്ത സെക്കൻഡ് നമുക്ക് ലൈസൻസ്. അല്ലല്ല, നമ്മളൊരു സ്ഥാനം ലഭിക്കുകയും ആ സ്ഥാനം നഷ്ടപ്പെടുമ്പോൾ പാർട്ടി വിടുകയും ചെയ്യുന്നത് അന്തസ്സാണ്. അദ്ദേഹം അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അദ്ദേഹം ഒരു നല്ല മാന്യനായ വ്യക്തിയാണ്, വളരെ നല്ല പെരുമാറ്റവും നല്ല സ്നേഹമുള്ള ആളാണ്. പക്ഷേ ഒരു സ്ഥാനം നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ ഇടതുപക്ഷത്തെ അദ്ദേഹം തള്ളിപ്പറയും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത്രയും ഒരു ചീപ്പായിട്ട് പെരുമാറുന്ന ആളല്ല. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി 2024-25 സാമ്പത്തിക വർഷത്തെ അയ്യങ്കാളി പുരസ്കാരം ഷൊർണൂർ നഗരസഭയ്ക്ക്. 2024-25 സാമ്പത്തിക വർഷത്തിൽ 55,592 തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കാൻ നഗരസഭയ്ക്ക് കഴിഞ്ഞു. 37 വാർഡുകളായി 600ഓളം തൊഴിലാളികളെ നിലവിൽ ജോലി ചെയ്യുന്നുണ്ട്. മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം 1ാം സ്ഥാനം ആദ്യമായാണ് പാലക്കാട് ജില്ലയെ തേടിയെത്തുന്നത്. 2024-25 സാമ്പത്തിക വർഷത്തിൽ 55,592 തൊഴിൽ ദിനങ്ങളാണ് നഗരസഭയിൽ സൃഷ്ടിച്ചിട്ടുള്ളത്. ഇതിൽ കൂടുതലായും വാർഡുകളിൽ മാലിന്യ നിർമ്മാർജ്ജനവും സംസ്കരണവും എന്ന പ്രവൃത്തിയിൽ ഊന്നൽ നൽകിക്കൊണ്ടാണ് പ്രവൃത്തികൾ ചെയ്തിട്ടുള്ളത്. കൂടാതെ 249 പേർക്ക് ഓണം ഉത്സവത്തെയായി 1,200 രൂപ ഓരോ തൊഴിലാളികൾക്കും നൽകി. ഈ സാമ്പത്തിക വർഷം 3,30 ലക്ഷത്തോളം രൂപ നഗരസഭയിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കായി ചിലവഴിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ക്ഷീരകർഷകർ, PMAY ഗുണഭോക്താക്കൾ എന്നിവർക്കും സർക്കാർ ഉത്തരവ് പ്രകാരമുള്ള വേതനം നൽകി വരുന്നു. വ്യത്യസ്തയാർന്ന പ്രവൃത്തികളാണ് ഈ സാമ്പത്തിക വർഷം തൊഴിലുറപ്പ് തൊഴിലാളികൾ നഗരസഭയിൽ നടപ്പിലാക്കിയിട്ടുള്ളത്. കയർ ഭൂവസ്ത്രം, മിനി MCF, വീടുകളിൽ 1000 കമ്പോസ്റ്റ് ബിറ്റുകൾ, പച്ചത്തുരുത്തുകൾ, ജൈവ പച്ചക്കറി കൃഷി എന്നിവ ഇതിൽ ഉൾപ്പെടുന്നെന്ന് ഷൊർണൂർ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P. നിർമ്മല പറഞ്ഞു. ഇതിൽ ക്ഷീര കർഷകർക്കുള്ള ആനുകൂല്യങ്ങളും അതുപോലെ തന്നെ PMAY ഭവന നിർമ്മാണ പദ്ധതിക്കാർക്കുള്ള ആനുകൂല്യങ്ങളും ഇതിൽ അനുവദിക്കുന്നുണ്ട്. കൂടാതെ നഗരസഭയിലെ മാലിന്യ സംസ്കരണവും ആയി ബന്ധപ്പെട്ട് നല്ല വിധത്തിലുള്ള പ്രവർത്തനമാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ കാഴ്ചവെക്കുന്നത്. ഈ 33 വാർഡാണ് മുമ്പുണ്ടായിരുന്നത്, ഇപ്പം 35 വാർഡാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഈ വാർഡുകളിലെല്ലാം തന്നെ എത്തി ശുചീകരണ പ്രവൃത്തി നടത്തുന്നതിന് കണ്ടിജന്റ് വിഭാഗം ജീവനക്കാർക്ക് അസാധ്യമാണ്. ആ മേഖലയിൽ പ്രവർത്തിക്കുന്നതിന് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് സാധിക്കുന്നു. അത് കാരണം അതുമൂലം നമ്മുടെ നഗരസഭ നല്ല വൃത്തിയും ശുചിയുമായി സൂക്ഷിക്കുന്നതിന് നമുക്ക് സാധിക്കുന്നുണ്ട്. ഇതിൽ മിനി MCF, അതുപോലെ തന്നെ നമ്മുടെ കയർ ഭൂവസ്ത്രം, അതുപോലെ കിണർ നിർമ്മാണം, ഇത്തരം പ്രവൃത്തികളെല്ലാം തന്നെ വളരെ വിജയകരമായി ഏറ്റെടുത്ത് നടത്തിയ ഒരു നല്ല വിഭാഗം തൊഴിലാളികളാണ് നമ്മുടെ നഗരസഭയിലുള്ളത്. അത്യാവശ്യം 60 വയസ്സ് വരെ എത്തിയവരാണ് അധികമുള്ളതെങ്കിലും വളരെ ചുറുചുറുക്കോടുകൂടി നല്ല രീതിയിൽ ജോലി ചെയ്ത് നമുക്കിന്ന് 2024-25 സാമ്പത്തിക വർഷത്തെ മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം നമ്മുടെ നഗരസഭയ്ക്ക് ലഭിക്കുന്നതിന് നല്ല പ്രവർത്തനമാണ് അവർക്ക് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുള്ളത്. മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം 1ാം സ്ഥാനം ആദ്യമായാണ് പാലക്കാട് ജില്ലയിലെത്തുന്നത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഇടതു രാഷ്ട്രീയം തള്ളിപ്പറഞ്ഞ് PK ശശി കോൺഗ്രസിലേക്ക് വന്നാൽ തങ്ങൾ സ്വാഗതം ചെയ്യുന്നുവെന്ന് ഡീൻ കുര്യാക്കോസ് MP. 2018 ഒരു കേസിൽ ഒറ്റപ്പാലം കോടതിയിൽ ജാമ്യമെടുത്ത ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഡീൻ കുര്യാക്കോസ്. ഒറ്റപ്പാലം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ഡീൻ കുര്യാക്കോസ് MPക്കെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു. കോടതി അതിൽ ജാമ്യം അനുവദിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അന്ന് PK ശശി MLAക്കെതിരെ റോഡ് ഉപരോധിക്കുകയും ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ പരിക്കേൽപ്പിക്കുകയും ചെയ്ത കേസിലാണ് ജാമ്യം. PK ശശി പാർട്ടിയിലേക്ക് വരുമോ എന്ന ചോദ്യത്തിന് കോൺഗ്രസ് സ്വാഗതം ചെയ്യുന്നുവെന്നാണ് മറുപടി. അന്ന് PK ശശി ഷൊർണൂർ മണ്ഡലം MLA ആയിരുന്നു. അന്നത്തെ സാഹചര്യമല്ല ഇന്ന് PK ശശിക്ക്.
ശശി പാർട്ടിയോട് വ്യതിചലിച്ചു നിൽക്കുകയാണെന്നും ഇടതു രാഷ്ട്രീയം തള്ളിപ്പറഞ്ഞ് പി കെ ശശി കോൺഗ്രസിലേക്ക് വന്നാൽ തങ്ങൾ സ്വാഗതം ചെയ്യുന്നുവെന്നും ഡീൻ കുര്യാക്കോസ് MP പറഞ്ഞു. അല്ല, അതിനെക്കുറിച്ച് ഞാനന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു. ഫിറോസ് ബാബു എന്ന പാർലമെൻറ്റ് കമ്മിറ്റി പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അന്ന് ഒരു ഇടതുപക്ഷ MLA എന്നുള്ള നിലയിൽ അദ്ദേഹത്തിനെതിരെ ഉണ്ടായിട്ടുള്ള ഒരു രാഷ്ട്രീയ ആരോപണത്തിൻ്റെ പേരിലാണെന്ന് സമരം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് അന്നത്തെ രാഷ്ട്രീയ സാഹചര്യമാണ്. ഇന്നത്തെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ വ്യത്യസ്തമായ ഒരു നിലപാട് അദ്ദേഹം സ്വീകരിക്കുന്നു. ഐക്യജനാധിപത്യ മുന്നണിയിലേക്ക് കോൺഗ്രസിൻ്റെ ഭാഗമായി അദ്ദേഹം കടന്നു വരുമെന്നുള്ള പത്രവാർത്തകൾ, മാധ്യമ വാർത്തകളൊക്കെ നമ്മുടെ ശ്രദ്ധയിലും പെട്ടിട്ടുണ്ട്. ഏതായാലും UDFനെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഐഡിയോളജിയുമായി ചേർന്ന് പോകാൻ പറ്റുന്ന വിധത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ എത്തുകയാണെങ്കിൽ, അതോടൊപ്പം തന്നെ പാർട്ടി എന്നുള്ള നിലയിൽ കോൺഗ്രസ് പാർട്ടി ഒരു നിലപാട് പറയുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ആ ഒരു നിലപാടായിരിക്കുമല്ലോ പിന്നെ ഉണ്ടാവുക. ഇപ്പോൾ ഈ സമരം നടന്നത്, അല്ലെങ്കിൽ ഞങ്ങളിപ്പോൾ കേസിൽ പ്രതികളാക്കപ്പെട്ടത് അന്നത്തെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു വിഷയമാണ്. അത് അതിൻ്റേതായ നിലയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ കേസിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ തുടർ പ്രക്രിയകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. പക്ഷേ ഇന്ന് ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ വ്യത്യാസം അത് അദ്ദേഹത്തിൻ്റെ നിലപാട് പറയേണ്ടത്, അത് സ്വീകരിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് പാർട്ടിയാണ്. അപ്പോൾ അതിനനുസരിച്ച് അത് മുന്നോട്ട് പോകും. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് NK ജയരാജൻ, DCC വൈസ് പ്രസിഡന്റ് TH ഫിറോസ് ബാബു, യൂത്ത് ലീഗ് നേതാവ് PMA ജലീൽ തുടങ്ങിയവരും MPക്കൊപ്പം ഉണ്ടായിരുന്നു. 2018 ഷൊർണൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ കോടതി മുമ്പാകെ ഹാജരാക്കാത്ത സാഹചര്യത്തിലാണ് ഡീൻ കുര്യാക്കോസിനെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കാൻ മജിസ്ട്രേറ്റ് ഉത്തരവിട്ടത്. ഇതിനു പിന്നാലെയാണ് MP കോടതിയിൽ നേരിട്ടെത്തി ജാമ്യമെടുത്തത്. 2018 സെപ്റ്റംബർ 7-നാണ് കേസിനാസ്പദമായ സംഭവം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പൊതുവാൾ ജംഗ്ഷനിൽ നിന്നും ഷൊർണൂർ ടൗൺ വഴി റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള റോഡ് ഉപരോധിച്ചിരുന്നു. ഗതാഗത തടസ്സം സൃഷ്ടിച്ചതിനും സ്ഥലത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരെ കൊടികെട്ടാൻ ഉപയോഗിച്ച പൈപ്പ് കൊണ്ടും മറ്റും അടിച്ച് പരിക്കേൽപ്പിച്ചുവെന്നും ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് തടസ്സം വരുത്തിയെന്നുമാണ് കേസ്. 2 പോലീസുകാർക്കാണ് പരിക്കേറ്റത്. ഡീൻ കുര്യാക്കോസ് ഉൾപ്പെടെ 16 പേർക്കെതിരെയാണ് ഷൊർണൂർ പോലീസ് വിവിധ വകുപ്പുകൾ പ്രകാരം കേസെടുത്തത്. കുറ്റപത്രം സമർപ്പിച്ച കേസിൽ നിരവധി തവണ കോടതി സമൻസ് പുറപ്പെടുവിച്ചിട്ടും ഹാജരാകാത്ത സാഹചര്യത്തിലാണ് MPക്കെതിരെ കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കൊലക്കുറ്റക്കേസിൽ ജാമ്യത്തിലിറങ്ങിയ യുവാവിൻ്റെ കൈവശം 2 കിലോ കഞ്ചാവുമായി ചെറുതുരുത്തി CIയും സംഘവും അറസ്റ്റ് ചെയ്തു. ആറങ്കോട്ടുകര പള്ളിക്കുന്ന് കോളനിയിൽ താമസിക്കുന്ന രമേശ് എന്ന 35 വയസ്സുകാരനാണ് പോലീസിന് പിടിയിലായത്. ചൊവ്വാഴ്ച പുലർച്ചെ ചെറുതുരുത്തി CI വിനുവിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ചെറുതുരുത്തി കൊച്ചിൻ പാലത്തിന് സമീപം വെച്ച് അറസ്റ്റ് ചെയ്തത്. നിരവധി കേസിലെ പ്രതിയായ ഇദ്ദേഹം പാലക്കാട് ജില്ലയിൽ ചാലിശ്ശേരി പോലീസ് സ്റ്റേഷനിൽ കൊലപാതക കേസിൽ നിന്ന് ജാമ്യത്തിലിറങ്ങിയതായിരുന്നു. ചെറുതുരുത്തി SI ജലാമുദ്ദീൻ, അഡീഷണൽ SI ജയകുമാർ, മറ്റ് പോലീസ് ഓഫീസർമാരായ DJO വാഴപ്പള്ളി, ബൈസൽ തുടങ്ങിയവരും സംഘത്തിലുണ്ടായിരുന്നു. ഷൊർണൂർ സോക്കർ ഫുട്ബോൾ അക്കാദമിയിലെ കുട്ടികളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ടാലന്റ് ഹണ്ട് കിഡ്സ് ഫുട്ബോൾ ഫെസ്റ്റിന് ഷൊർണൂർ KVR ഹൈസ്കൂൾ മൈതാനത്ത് തുടക്കമായി. ഷൊർണൂർ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P. നിർമ്മല ഫുട്ബോൾ ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ പരിധിയിലെ 12 വയസ്സിന് താഴെയുള്ള 50ഓളം കുട്ടികളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിനി മനോജ്, വാർഡ് കൗൺസിലർ VK ശ്രീകൃഷ്ണൻ, ഹെഡ് കോച്ച് ആൻഡ് കോർഡിനേറ്റർ പ്രവീൺ കുഞ്ഞുമോൻ, സോക്കർ സ്പോർട്ടിംഗ് ക്ലബ് പ്രസിഡന്റ് രഘു എന്നിവർ സംസാരിച്ചു. KK നൌഷാദ്, മഹേഷ്, മിനി സ്റ്റോർ, രാജേന്ദ്രൻ, ശ്രീനിവാസൻ, രാമകൃഷ്ണൻ, രവി, ജോജോ, അനിൽ ബാബു, ഹരി, സത്യൻ, പ്രവി, നിരഞ്ജൻ, സുലൈമാൻ എന്നിവർ നേതൃത്വം നൽകി. വരുന്ന ശനി ഞായർ ദിവസങ്ങളിൽ വൈകുന്നേരം 4 മണി മുതൽ മത്സരങ്ങൾ ആരംഭിക്കും. കൂടാതെ പാലക്കാട് ജില്ലാ അസോസിയേഷൻ സെക്രട്ടറി K. സുരേഷ് കുമാർ, ഇന്റർനാഷണൽ അക്രഡിറ്റഡ് സ്കൗട്ടും AFC കോച്ചുമായ സന്തോഷ് രാമാനന്ദൻ എന്നിവർ ശനിയാഴ്ചയും സന്തോഷ് ട്രോഫി കോച്ച് എബിൻ റോസ്, മുൻ ഇന്ത്യൻ താരവും 2025 സീനിയർ ഡിസ്ട്രിക്ട് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് തൃശൂർ ജില്ലയ്ക്ക് നേടിക്കൊടുത്ത കോച്ച് മുഹമ്മദ് ഷഫീഖ് എന്നിവർ ഞായറാഴ്ചയും സോക്കർ ഫുട്ബോൾ അക്കാദമി ക്യാമ്പ് സന്ദർശിച്ച് കുട്ടികളുമായി സംവദിക്കും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കുടുംബ പ്രാരാബ്ദങ്ങൾക്കിടയിലും ഉള്ളിലെ കലാവാസനയെ പുറത്തെത്തിക്കാനുള്ള ശ്രമത്തിലാണ് തെങ്ങ് കയറ്റ തൊഴിലാളിയായ മണ്ണൂർ കാഞ്ഞിരംപാറ തെരുവ് സ്വദേശി അസനാർ എന്ന 58-കാരൻ. യൂട്യൂബിൽ നിന്നും ഗാനങ്ങൾ തിരഞ്ഞെടുത്ത് നിരവധി തവണ സ്വയം പാടി പഠിച്ച ശേഷമാണ് ഇയാൾ പല സ്റ്റേജുകളിലും ഗാനങ്ങൾ അവതരിപ്പിക്കുന്നത്. കുടുംബത്തെ പോറ്റാനായി കനത്ത ചൂട് പോലും വകവയ്ക്കാതെ കഠിനാധ്വാനം ചെയ്താണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതിനിടയിലാണ് പാട്ടുകളെ സ്നേഹിക്കുന്ന ഗായകൻ വിവിധ സ്റ്റേജുകളിൽ ഗാനം ആലപിക്കാനായി പോകുന്നത്. വിവിധ കല്യാണ പരിപാടികളിലും മറ്റ് ഇതര മതസ്ഥരുടെ സ്റ്റേജ് പരിപാടികളിലും ഇയാൾ പങ്കെടുത്ത് പാടാറുണ്ട്.
ജോലി കഴിഞ്ഞ് രാത്രി സമയത്ത് യൂട്യൂബിൽ നിന്നും ഗാനങ്ങൾ തിരഞ്ഞെടുത്ത് പാടി പഠിക്കുന്നത്. അങ്ങനെ നിരവധി തവണ സ്വയം പാടി പഠിച്ച ശേഷമാണ് പുറത്ത് അവതരിപ്പിക്കുന്നത്. ഹിന്ദി ഗാനങ്ങൾ, കരാക്കെ ഗാനങ്ങൾ എന്നിവയിലാണ് കൂടുതൽ താല്പര്യം. സ്കൂൾ പഠിക്കുന്ന സമയത്തൊക്കെ ഗാനങ്ങൾ പാടി പ്രോത്സാഹന സമ്മാനങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പിന്നെ പാട്ട് എൻ്റെ വലിയ ഒരു പാട്ടിൻ്റെ ആരാധകനും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. ഇത് രാത്രി കാലങ്ങളിലാണ് ഞാൻ ഈ പാട്ടുകളൊക്കെ പഠിക്കുന്നത്. രാത്രി 10 മണി 11 മണിക്ക് ഉള്ളിൽ ഞാൻ പാട്ടുകൾ പഠിക്കും. ഹിന്ദി, മലയാളം, മാപ്പിളപ്പാട്ടുകൾ, ഹിന്ദു ഭക്തിഗാനങ്ങൾ, ക്രിസ്ത്യൻ ഭക്തിഗാനങ്ങൾ, അതിലുപരി ഞാൻ കരോക്കെ പാട്ടിനും പോകുന്നുണ്ട്. കല്യാണം അതുപോലെ മറ്റുള്ള വിശേഷ ദിവസങ്ങളിലൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ കരോക്കെ സോങ്സ് പാടാൻ ഞാൻ പോകാറുണ്ട്. സ്കൂളിലെ 10ാം ക്ലാസ് പഠനം കഴിഞ്ഞ ശേഷം റേഷൻ ഷോപ്പിൽ കുറേ കാലം ജോലി ചെയ്തിട്ടുണ്ട്. തുടർന്ന് 15 വർഷത്തോളമായി പെയിന്റിംഗ് തൊഴിലാളിയായിരുന്നു. കുറച്ചുകൂടി വ്യായാമം ആവശ്യമാണെന്ന് തോന്നിയപ്പോഴാണ് തെങ്ങുകയറ്റ തൊഴിലാളിയിലേക്ക് മാറിയത്. എവിടെയോ ഒരു പറമ്പിൽ മിഷൻ ഉപയോഗിച്ച് തെങ്ങു കയറുന്നത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. കുറേ നേരം നോക്കിക്കണ്ട ശേഷമാണ് തെങ്ങു കയറുന്ന മിഷൻ സ്വന്തമായി വാങ്ങി. ഒരു പരിശീലനവും ഇല്ലാതെ തന്നെ സ്വന്തമായി പഠിച്ചുകൊണ്ടാണ് അസനാർ സ്വയം തെങ്ങുകയറ്റം വശത്താക്കിയത്. 8 വർഷമായി തെങ്ങുകയറ്റ തൊഴിലാളിയാണ്. ആദ്യമൊക്കെ തെല്ല് ഭയമുണ്ടായിരുന്നെങ്കിലും പിന്നീട് മാറി. അട്ടപ്പാടി, കോയമ്പത്തൂർ തുടങ്ങിയ വിദൂരങ്ങളിൽ പോലും അസനാർ ജോലിക്കായി പോകുന്നുണ്ട്. ഇന്ന് അറിയപ്പെടുന്ന തെങ്ങുകയറ്റ തൊഴിലാളിക്ക് പുറമെ ഗായകൻ കൂടിയായി 58കാരൻ മാറിയിട്ടുണ്ട്. മണ്ണൂർ അസനാരാണ്. എൻ്റെ വീടും മണ്ണൂർ കാഞ്ഞിരപ്പാറയിലാണ്. ഞാൻ തെങ്ങുകയറ്റ തൊഴിലാളിയാണ്. തെങ്ങുകയറ്റം സ്വന്തം കഴിവുകൊണ്ട് പഠിച്ചതാണ്. മെഷീനും ഞാൻ വാങ്ങിയതാണ്. പാലക്കാട് ജില്ലയുടെ 3/4 ഭാഗം പ്രദേശത്തും ഞാൻ എത്തിപ്പെട്ടു. കറക്റ്റായി സത്യസന്ധതയോടുകൂടി ഞാൻ പണിയെടുക്കുന്നുണ്ട്. അതുപോലെ തേങ്ങ ഇടുമ്പോൾ തന്നെ വളരെയധികം സൂക്ഷിച്ച് വളരെ ഗ്യാരണ്ടിയോട് കൂടിയിട്ട് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുമുണ്ട്. പിന്നെ ഞാനൊരു കലാകാരനും കൂടിയാണ്. പെയിന്റിങ് കുറെ കാലം 10-20 വർഷത്തോളം പെയിന്റ് പണി ഞാൻ ചെയ്തു. സ്വന്തം എടുത്ത് ചെയ്യാണ്. 4-5 ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വ്യായാമം എന്നുള്ള നിലയ്ക്കാണ് ഞാൻ ഈ തെങ്ങുകയറ്റ തെങ്ങുകയറ്റത്തിന് പോയിരിക്കുന്നത്. ഒപ്പം നമുക്ക് അതിനുള്ള വേതനവും കിട്ടുന്നുണ്ട്. പിന്നെ 2 കുട്ടികൾ, പെൺകുട്ടികളാണ്. പിന്നെ എനിക്കുള്ളത് 2ന്റെയും കല്യാണം കഴിഞ്ഞു. പിന്നെ കുടുംബ ജീവിതം, പ്രാരാബ്ദങ്ങൾ, ഇനിയും പ്രാരാബ്ദങ്ങളൊക്കെ ഉണ്ട്. അതും കൂടി കഴിഞ്ഞിട്ട് പിന്നെ അതിനുള്ള പണിയും കൂടിയാണ്. തൃശ്ശൂരിലെ ഹാരിസൺ മലയാളം കുണ്ടായി എസ്റ്റേറ്റിൽ ആന പ്രസവിച്ചു. കഴിഞ്ഞ ദിവസമാണ് സംഭവം ഉണ്ടായത്. ആനയ്ക്കും കുട്ടിക്കും കാവലായി നിരവധി ആനകൾ പരിസരത്ത് കാവലായുണ്ട്. അപകടങ്ങൾ പതിവായ ചുനങ്കാട് മുരുക്കുംപറ്റ നാൽക്കവലയിൽ സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിക്കാൻ പദ്ധതി. ഇതിനായി വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ പ്രാഥമിക പരിശോധന നടത്തി. മോട്ടോർ വാഹന വകുപ്പ്, പൊതുമരാമത്ത് വകുപ്പ്, നിരത്തി വിഭാഗം, വൈദ്യുത വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. മുരുക്കുംപറ്റ ജംഗ്ഷനിലെ ഒറ്റപ്പാലം, അമ്പലപ്പാറ, വരോട്, മംഗലം റോഡുകളിലാണ് സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിക്കുന്നത്. ഓരോ റോഡിലും ഏതൊക്കെ ഭാഗങ്ങളിലാണ് ലൈറ്റുകൾ സ്ഥാപിക്കേണ്ടത് എന്നതാണ് പ്രധാനമായും പരിശോധിച്ചത്. ഇതിനാവശ്യമായ രൂപരേഖ മോട്ടോർ വാഹന വകുപ്പ് തയ്യാറാക്കും. സമയം ക്രമീകരിച്ചുള്ള സിഗ്നലുകളാണ് സ്ഥാപിക്കുക. ലൈറ്റുകൾ സ്ഥാപിക്കാൻ വേണ്ടി വൈദ്യുത തൂണുകൾ മാറ്റി സ്ഥാപിക്കേണ്ടി വരും. BSNLന്റെ തൂണുകളും മാറ്റാൻ ആവശ്യമായ അടങ്കൽ തുക തയ്യാറാക്കൽ KSEBയോട് നിർദ്ദേശിച്ചു. ഇക്കാര്യത്തിൽ എല്ലാ വകുപ്പുകളെയും പങ്കെടുപ്പിച്ചു ചേരുന്ന അമ്പലപ്പാറ പഞ്ചായത്തിന്റെ ഗതാഗത ക്രമീകരണ സമിതി ചർച്ച ചെയ്യും. തുറന്നായിരിക്കും നടപ്പാക്കുക. 4 കൂടിയ പാതയിൽ അപകടങ്ങൾ പതിവാണ്. 4 വശത്തു നിന്നും ഒരേ സമയം വരുന്ന വാഹനങ്ങളാണ് പലപ്പോഴും അപകടത്തിൽപ്പെടുന്നത്. തുടർന്ന് പഞ്ചായത്ത് ഇടപെട്ടാണ് സിഗ്നൽ സ്ഥാപിക്കാനുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. പരിശോധനയ്ക്ക് MVIമാരായ S രാജൻ, എൻഫോഴ്സ്മെന്റ് വത്സൻ, സബ് RTO ഒറ്റപ്പാലം, പൊതുമരാമത്ത് വകുപ്പ് AE രാജേഷ്, KSEB അമ്പലപ്പാറ സെക്ഷൻ AETC അഞ്ജലി തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പൈങ്കുളം വാഴാലിക്കാവിൽ വേലാഘോഷത്തിന് കൊടിയേറി. ഫെബ്രുവരി 22-നാണ് വാഴാലിക്കാവ് വേല. ദേവസ്വം പ്രസിഡന്റ് KK രമേഷ് കുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി TN മുരളീധരൻ, ക്ഷേത്രം ട്രസ്റ്റ് ചിത്രഭാനു, KLM സുവർദ്ധനൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ചടങ്ങിൽ കൊണ്ടയിൽ രാമൻ നായർ സ്മാരക പുരസ്കാരം നാദസ്വരം കലാകാരൻ പഴയന്നൂർ ഗോവിന്ദൻകുട്ടിക്ക് നൽകി ആദരിച്ചു. ചേലക്കര CCTV മാനേജിംഗ് ഡയറക്ടർ മണികണ്ഠനെയും ഫോട്ടോഗ്രാഫർ മനോ സിൻഡലിനെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അയ്യപ്പ സംഗമത്തിന്റെ ക്രെഡിറ്റ് മുഴുവൻ ഏറ്റെടുത്ത മുഖ്യമന്ത്രിക്കും സർക്കാരിനും അയ്യപ്പന്റെ പേരിൽ നടത്തിയ കൊള്ളയിലും പങ്കുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ശബരിമല വിഷയത്തിൽ UDF എപ്പോഴും വിശ്വാസികൾക്കൊപ്പമാണെന്നും UDF അധികാരത്തിൽ വന്നാൽ ശബരിമല വിഷയത്തിൽ ഇപ്പോഴത്തെ സർക്കാർ നിലപാട് തിരുത്തുമെന്നും VD സതീശൻ.
UDF അധികാരത്തിൽ വന്നാൽ പാലക്കാട്ട് കാർഷിക മേഖലയ്ക്ക് പ്രത്യേക പരിഗണനയെന്നും പ്രതിപക്ഷ നേതാവ്. ഇടതു രാഷ്ട്രീയം തള്ളിപ്പറഞ്ഞ് PK ശശി കോൺഗ്രസിലേക്ക് വന്നാൽ തങ്ങൾ സ്വാഗതം ചെയ്യുന്നുവെന്ന് ഡീൻ കുര്യാക്കോസ് MP. നടൻ പ്രേംകുമാർ കോൺഗ്രസിൽ പോകുമെന്ന് വിശ്വസിക്കുന്നില്ലെന്നും സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുമ്പോൾ മറുകണ്ഠം ചാടുന്ന ആളാണ് പ്രേംകുമാർ എന്ന് കരുതുന്നില്ലെന്നും മന്ത്രി KB ഗണേഷ് കുമാർ. NSSന്റെയും SNDPയുടെയും നിലപാടുകളെ മാനിക്കുന്നെന്നും ശബരിമല വിഷയം മുൻ തെരഞ്ഞെടുപ്പുകളെ ബാധിച്ചില്ലെന്നും മന്ത്രി. സംസ്ഥാനത്തെ ലൈസൻസ് പുതുക്കി നൽകുന്നതിൽ പ്രായപരിധി നിശ്ചയിക്കുന്നത് പരിഗണിക്കുമെന്നും ലൈസൻസ് പുതുക്കി നൽകുമ്പോൾ മെഡിക്കൽ പരിശോധന കർശനമാക്കുമെന്നും ഗണേഷ് കുമാർ. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി 2024-25 സാമ്പത്തിക വർഷത്തെ അയ്യങ്കാളി പുരസ്കാരം ഷൊർണൂർ നഗരസഭയ്ക്ക്. 2024-25 സാമ്പത്തിക വർഷത്തിൽ 55,592 തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കാൻ നഗരസഭയ്ക്ക് കഴിഞ്ഞു. 37 വാർഡുകളിലായി 600 തൊഴിലാളികളെ സജ്ജമാക്കാനായതും നേട്ടം. മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം 1ാം സ്ഥാനം ജില്ലയെ തേടിയെത്തുന്നത് ഇത് ആദ്യം. കൊലക്കൊറ്റ കേസിൽ ജാമ്യത്തിലിറങ്ങിയ യുവാവിന്റെ കൈവശം 2 കിലോ കഞ്ചാവുമായി കണ്ടെത്തിയ യുവാവിനെ ചെറുതുരുത്തി പോലീസ് അറസ്റ്റ് ചെയ്തു. പോലീസ് പിടിയിലായത് ആറങ്ങോട്ടുകര പള്ളിക്കുന്ന് കോളനിയിൽ താമസിക്കുന്ന 35 വയസ്സുള്ള രമേശ്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.